പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് എന്നുള്ള വാക്കിൽ തന്നെ വ്യക്തമാണ് പ്രിഫറൻസ് ഉള്ള ഷെയർസ് ആണ്. പ്രിഫറൻസ് ഷെയർസിന് രണ്ട് കാര്യങ്ങളിലാണ് പ്രിഫറൻസ് ഉള്ളത്. ഒന്നാമത്തേത് ഡിവിഡൻഡ് റിസീവ് ചെയ്യുന്ന കാര്യത്തിൽ, രണ്ടാമത്തേത് വൈൻഡിങ് അപ്പിന്റെ സമയത്ത് ക്യാപിറ്റൽ റിട്ടേൺ ചെയ്യാനായിട്ട് തിരിച്ചു കിട്ടാനുള്ള റൈറ്റും പ്രിഫറൻസ് ഷെയർസിനുണ്ട്. നോക്കാം നമുക്ക്. Preference shares are those which carry the following two rights. First point, they have a right to receive dividend at a fixed rate. Preference shareholders fixed rate of dividend ആണ് കിട്ടുന്നത് before any dividend is paid on equity shares. Equity sharesന് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുൻപ് പ്രിഫറൻസ് ഷെയർഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടും. സെക്കൻഡ് പോയിന്റ്, when the company is wound up, company അവസാനിപ്പിക്കുമ്പോൾ they have a right to the return of capital before that of equity shares. Equity shareholdersന് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ തിരികെ കൊടുക്കുന്നതിന് മുൻപ് പ്രിഫറൻസ് ഷെയർഹോൾഡേഴ്സിനാണ് അത് കിട്ടാനായിട്ട് റൈറ്റ് ഉള്ളത്. In addition to the above, preference shares may carry some more rights, such as right to participate in excess profits when a specified dividend has been paid on the equity shares, or the right to receive a premium at the time of redemption. പിന്നെ മുകളിൽ പറഞ്ഞ രണ്ട് റൈറ്റ്സ് അല്ലാതെ അവർക്കുള്ള റൈറ്റ് ആണ്. അതായത് പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഉള്ള റൈറ്റ് ആണ്. ആ നോർമൽ റേറ്റ് ഓഫ് ഡിവിഡൻഡിന് ശേഷം അഡീഷണൽ ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് ഡിവിഡൻഡ് റിസീവ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട രണ്ട് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്കാൾ കൂടുതലായിട്ട് രണ്ട് റൈറ്റ് ഉണ്ട്. ഡിവിഡൻഡ് റിസീവ് ചെയ്യുന്ന കാര്യത്തിലും ക്യാപിറ്റൽ തിരിച്ചു കിട്ടുന്ന കാര്യത്തിലും.